ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞ് ജീവിക്കുവാൻ, ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ മുദ്രിതരാകുവാൻ സ്വർഗം നമ്മെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. നമ്മോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും അവിടുന്ന് കാണിക്കുന്ന മാറ്റമില്ലാത്ത വിശ്വസ്തതയോർത്തും നന്ദിയുള്ളവരാകാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 40-ാം തിരുവചനം. പരിശുദ്ധ വചനം പറയുന്നു, ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള തിരുവചനമാണ്. ഈശോ പ്രായത്തിൽ വളരുകയാണ്, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനാൽ ഈശോ കരുത്തുള്ളവനാകുകയാണ്. ഈ യുഗാന്ത്യ നാളുകളിൽ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ കരുത്തു പ്രാപിക്കുവാൻ, ശക്തിയുടെ ആത്മാവിനാൽ നമ്മൾ നവീകരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ ദാനങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങൾ. ദൈവത്തിൻ്റെ സപ്താത്മാക്കളാൽ യുഗാന്ത്യ സഭ നവീകരിക്കപ്പെടുവാനും നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളുമെല്ലാം ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാൽ പൂരിതമാകുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ജ്ഞാനത്തിൽ നിറഞ്ഞ് ശക്തനായി, നമ്മെക്കുറിച്ചുള്ള ആത്മാവിൻ്റെ ആഗ്രഹവും ഇത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തരാകുവാൻ, സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മശക്തി സ്വന്തമാക്കുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മുടെ അമ്മയുടെ കരം പിടിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അമ്മ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നമുക്കൊന്നിച്ച് ഏറ്റുചൊല്ലാം. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. തിരുസഭയുടെ മേൽ എഴുന്നള്ളി വരണമേ. കുടുംബങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ അവിടുത്തെ സപ്തദാനങ്ങളുമായി ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, 77-ാം സങ്കീർത്തനം 10-ാം വചനത്തിൽ
ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ ദുഃഖങ്ങളുടെയും അടിസ്ഥാന കാരണം ആത്മാവിന്റെ ശക്തി വെളിപ്പെടാതെ പോകുന്നതാണ്. അത്യുന്നതന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാത്തതാണ് എൻ്റെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കൊടിയ തകർച്ചകളുടെയും കാരണമെന്ന് സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതവുമായി ഈ വചനത്തിന് വലിയ ബന്ധമുണ്ട്. ആത്മാവിന്റെ ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ, നമ്മുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവശക്തി ഇറങ്ങുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ, നമ്മൾ ഇന്ന് നേരിടുന്ന അന്ധകാര ശക്തികള്, നമ്മെ ആക്രമിക്കുന്ന പൈശാചിക രൂപികള്, നമ്മുടെ ആത്മനാശം ആഗ്രഹിക്കുന്ന അന്ധകാര പോരാട്ടങ്ങള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് ആത്മാവിന്റെ ശക്തിയാൽ തകർക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ ദൈവശക്തിയാൽ നവീകരിക്കപ്പെടുവാൻ, സഭ മുഴുവനിലും ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ദുഃഖങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. ആത്മാവേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവശക്തിയാണ് നിറയട്ടെ, കുടുംബങ്ങൾ നിറയട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ യുഗാന്ത്യ സഭ നവീകരിക്കപ്പെടട്ടെ. വൈദിക കൂട്ടായ്മകൾ, സമർപ്പിത സമൂഹങ്ങൾ ആത്മാവിന്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. സ്തുതിക്കുന്നു. ആഗ്രഹത്തോടെ വിളിച്ച ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ എംപവർ ചെയ്യണമേ. അമ്മ മാതാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ മണവാട്ടിയായ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ ഒന്നിച്ചു പാടി ആരാധിക്കുകയാണ്. ആത്മാവേ, ആത്മാവേ, അമേ, അമേ. പെന്തക്കോസ്താ വരവായി പുതു പെന്തക്കോസ്താ. ആത്മാവേ, യുഗാന്ത്യ സഭയ്ക്ക് നവമായ പെന്തക്കോസ്ത നൽകണമേ. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. ആത്മാവിന്റെ അധികമായ ബലം ഞങ്ങളിൽ നിറയട്ടെ. ദാഹർത്തരായി ഞങ്ങൾ കാത്തിരിപ്പൂ നൽകണമേ വീണ്ടും പെന്തക്കോസ്താ. ആമേൻ, ആമേൻ. നൽകണമേ വീണ്ടും പെന്തക്കോസ്താ. ആത്മാവേ, റൂഹായേ, നിറയണമേ, എന്നിൽ നിറയണ. എത്ര പേർ ആഗ്രഹിക്കുന്നു ആത്മശക്തിക്കായി? ആഗ്രഹിച്ചുകൊണ്ട് റൂഹായേ, അല്പം ഉയർത്തിപ്പിടിച്ച് ആത്മാവേ, റൂഹായേ, നിറയണമേ, എന്നിൽ നിറയണമേ. റൂഹാ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആത്മശക്തി, ആത്മശക്തി നിറയട്ടെ. അഗ്നിയായി നിറയണമേ. ആമേൻ, ആമേൻ. ഇരു കരങ്ങളും ഉയർത്തി ആത്മശക്തിയിൽ നിറയുവാൻ, ആത്മശക്തിയിൽ നിറയുവാൻ
ആത്മാവിന് അധികമായ ബലത്താൽ നമ്മൾ പൂരിതരാകുവാൻ, മുദ്ര ചെയ്യപ്പെടുവാൻ, നവീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്ന ആത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ബലത്തിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി ഞങ്ങളെ നവീകരിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്തുതിക്കുന്നു. സാത്താൻ കോട്ടകൾ, പൈശാചിക ആധിപത്യങ്ങൾ, നാരകീയ ശക്തികൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ആത്മാവിന്റെ ശക്തിയാൽ തകർക്കപ്പെടട്ടെ. Mighty power, mighty power, mighty anointing. സ്തുതിക്കുന്നു. ആത്മാവേ, ശക്തിയുടെ ആത്മാവായി ഞങ്ങളിൽ വരണമേ. ആത്മശക്തിയായി ഞങ്ങളെ ബലപ്പെടുത്തണമേ. സ്പിരിറ്റ് അനോയിൻസ്. സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടാം. അമ്മയുടെ വിമല ഹൃദയം വഴി പരിശുദ്ധ ത്രിത്വത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ഗുഡുലൂപ്പയിൽ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ജുവാൻ ഡിയാഗോയോട് അമ്മ ഇപ്രകാരം പറയുകയാണ്: ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തുകയോ ആകുലപ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. നിങ്ങളുടെ അമ്മയായി ഞാൻ ഇവിടെ ഇല്ലേ? നിങ്ങൾ എൻ്റെ സംരക്ഷണത്തിന് കീഴിലല്ലേ? ഞാൻ നിങ്ങളുടെ സമാധാനമല്ലേ? ഇന്ന് അമ്മ മാതാവ് നമ്മോടാണ് ഈ സന്ദേശം പറയുന്നത്. ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? ഞാൻ ഇവിടെ ഇല്ലേ? ഞാൻ നിങ്ങളുടെ സമാധാനമല്ലേ? നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അമ്മ നിങ്ങളുടെ സമാധാനമല്ലേ? അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സപ്താത്മാക്കൾ എന്ന ശുശ്രൂഷയുടെ 14-ാം ദിനത്തിലേക്ക് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ആത്മശക്തി എന്ന വിശിഷ്ടദാനത്തിൻ്റെ ആവശ്യകത നമ്മൾ കാണുകയായിരുന്നു. യുഗാന്ത്യ സഭ നവീകരിക്കപ്പെടേണ്ടത് ശക്തിയുടെ ആത്മാവിനാലാണ്. മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സഭ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തിരുസഭ കർത്താവിൻ്റെ മഹത്വമുള്ളവളായി ഈ ലോകത്തിൽ പ്രശോഭിതയാകണമെങ്കിൽ ശക്തിയുടെ ആത്മാവിനാൽ യുഗാന്ത്യ സഭ ദിനം തോറും നവീകരിക്കപ്പെടണം. ലോക ചരിത്രത്തിൽ തന്നെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം പോലെ ഒരു കാലമുണ്ടായിട്ടില്ല. ആത്മീയമായും ഭൗതികമായും ലോകം വലിയ തകർച്ചയിലാണ്, പ്രതിസന്ധിയിലാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് സഭാ മക്കളോട് ഇപ്രകാരം പറയുകയാണ്: മാനവരാശി കടന്നുപോയിട്ടുള്ളതിൽ വെച്ച് ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഘടനത്തിന് മുന്നിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ക്രൈസ്തവ സമൂഹം
ഇത് പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. സഭയും എതിർ സഭയും തമ്മിലും സുവിശേഷവും എതിർ സുവിശേഷവും തമ്മിലുമുള്ള അവസാനത്തെ ഏറ്റുമുട്ടലാണ് നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ദൈവീക പരിപാലനയുടെ പദ്ധതിയിലുള്ളതാണ് ഈ ഏറ്റുമുട്ടൽ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ ഒരു പ്രവചന സന്ദേശമാണ് ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മോട് പറയുന്നത്. മാനവരാശി കടന്നുപോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രശ്ന സങ്കീർണമായ ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ സമൂഹം വേണ്ടതുപോലെ ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സഭയും എതിർ സഭയും തമ്മിലും ക്രിസ്തുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള അവസാനത്തെ ഏറ്റുമുട്ടൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള ഈ ദിനങ്ങളിൽ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ മുദ്രിതരായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അനുഭവം സ്വന്തമാക്കി നമ്മൾ ഓരോരുത്തരും ആത്മശക്തിയുള്ളവരാകുവാൻ മറ്റേത് നാളുകളേക്കാൾ ഉപരി സ്വർഗം ഇന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മിലാണ് യുഗാന്ത്യം എത്തി നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളുടെ ശക്തമായ പകർച്ചയുണ്ടാകണം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വചനത്തിൽ ശക്തിയുടെ ആത്മാവിനെ നമ്മൾ കണ്ടു. ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് ശക്തിയുടെ ആത്മാവ്. ആത്മാവിൻ്റെ ശക്തി, ആത്മശക്തി എന്ന ദാനം പരിശുദ്ധാത്മാവിൻ്റെതാണ്. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. മൈറ്റി ഗോഡ്, ശക്തനായ ദൈവം. സക്രിയ പ്രവചനം 4-ാം അധ്യായം 6-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്. പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്, സൈന്യബലം കൊണ്ടല്ല, കരബലം കൊണ്ടല്ല, പരിശുദ്ധാത്മാവാണ്. അവൻ സർവശക്തനാണ്, അവനെല്ലാം സാധ്യമാണ്. പരിശുദ്ധാത്മാവാണ് നമുക്കെതിരെ വരുന്ന അന്ധകാര ശക്തികളോട് പോരാടുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം നമുക്ക് നൽകുന്നത്. ദിനംതോറും കർത്താവിൻ്റെ കൃപയിലും മഹത്വത്തിലും നമ്മളെ വളർത്തുന്നത് ആത്മാവാണ്, ഹോളി സ്പിരിറ്റ് ആണ്. സൈന്യബലം കൊണ്ടും കരബലം കൊണ്ടും ഈ കാലഘട്ടത്തെ വിവേചിക്കുവാനോ ദൈവകൃപയിൽ വളരുവാനോ നമുക്ക് സാധിക്കില്ല സഹോദരങ്ങളെ. അവൻ സർവശക്തനായ ദൈവമാണ്. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്. എത്ര കൃത്യമായ വാക്കുകളാ! എൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. വല്ലഭത്വമുള്ള ദൈവം, സർവശക്തനായ ദൈവം. യെശയ്യാ പ്രവചനം 9:6 നാം കാണുന്നുണ്ട്. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, ദ മൈറ്റി ഗോഡ്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ശക്തനായ ദൈവം. ശക്തനായ ദൈവം. ഒരൽപ്പോൾ ഉച്ചത്തിൽ പറഞ്ഞേ, ശക്തനായ ദൈവം. ശക്തനായ ദൈവം. നമ്മുടെ കർത്താവ് ആരാണ്? ശക്തനായ ദൈവം. നമ്മുടെ പരിശുദ്ധാത്മാവ് ആരാണ്? ശക്തനായ ദൈവം. ആബാ പിതാവ് ആരാണ്? ശക്തനായ ദൈവം. പരിശുദ്ധ ത്രിത്വം ശക്തനായ ദൈവമാണ്. സഹോദരങ്ങളെ, മൈറ്റി ഗോഡ്, സർവാധിപത്യവും സർവശക്തനുമായ ദൈവം. ദൈവത്തിന്റെ വിശുദ്ധ വചനം എത്ര കൃത്യമായിട്ടാണ് നമ്മളത് അവതരിപ്പിക്കുന്നത്. നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്,
ആത്മാവിന്റെ ശക്തി ഒരു വ്യക്തിയിൽ വ്യാപരിക്കുമ്പോൾ, ആത്മാവിന്റെ ബലം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുകയാണ്. നമ്മൾ ഇന്നലത്തെ ശുശ്രൂഷയിൽ ധ്യാനിച്ചത് ആത്മശക്തി എന്ന ദാനം നമ്മുടെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തുന്നു. സ്പിരിറ്റ് മാൻ, നമ്മുടെ ഇന്നർ മാനെ ശക്തിപ്പെടുത്തുകയാണ്. രക്തസാക്ഷികൾ ജീവിതത്തിൽ കണ്ടു, അവർക്ക് ആത്മധൈര്യം കൊടുത്തത് ശക്തിയുടെ ആത്മാവാണ്. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ആത്മശക്തി എന്ന ദാനമാണ്. രണ്ടാമത്തൊരു ഏരിയ, ശക്തിയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നതിൻ്റെ രണ്ടാമത്തൊരു തലമാണ് ദൈവശക്തി പ്രവർത്തിക്കുമ്പോൾ പ്രകടമാകുന്ന ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇന്നേ ദിനം നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത്. ശക്തിയുടെ ആത്മാവ് രണ്ട് വിധത്തിൽ പ്രവർത്തിക്കുക. ഒന്ന്, നമ്മുടെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ട്. രണ്ട്, ബാഹ്യമായ വിധത്തിൽ പൊതുവായി ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വചനത്തിലൂടെ ചിന്തിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം ഈ കാലഘട്ടത്തിൽ നോക്കി 2008 മാർപ്പാപ്പ സഭയോട് പറഞ്ഞൊരു കാര്യമാണ്: കർത്താവിൻ്റെ വരവിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാകും. പാരമ്പര്യപ്രകാരം എതിർ ക്രിസ്തു എന്നറിയപ്പെടുന്നവനും നിയമനിഷേധി എന്ന് വിനാശത്തിന് പുത്രനെന്നും വിശേഷിപ്പിക്കപ്പെടുന്നവനുമായവൻ വെളിപ്പെടും. വളരെ ശക്തമായ ഭാഷയിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ എതിർ ക്രിസ്തുവിനെ കുറിച്ച്, ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് സഭയെ ബോധ്യപ്പെടുത്തുകയാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവനെ തടഞ്ഞ് നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മതി, അവൻ വെളിപ്പെടും. സഹോദരങ്ങളെ, നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യത പരിശുദ്ധ പിതാവ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ജീസസ്, നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ ആത്മാവ് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. വളരെ സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ ആത്മാവിൻ്റെ പ്രവർത്തികൾ സംഭവിച്ചതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നത്. അതിൽ മുഴുവൻ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടുമ്പോൾ സംഭവിച്ച അത്ഭുതങ്ങള്, അടയാളങ്ങള്, രോഗശാന്തികള്, മാനസാന്തരങ്ങള്, ദൈവപ്രവർത്തികള്, ഈ വിവരണമാണ് ആത്മാവിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ്. പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ സാംസൺ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ശക്തി അവന്റെ മേൽ ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? 14:6 പറയാണ്, കർത്താവിൻ്റെ ആത്മാവ് അവന് ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എൻ്റെ ദൈവമേ, ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. ആത്മാവിൻ്റെ ശക്തി സംസന്റെ മേൽ ഇറങ്ങിയപ്പോൾ ആയുധം കൂടാതെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കരങ്ങളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വളരെ ശക്തമായ ആയുധമാണ് ആത്മശക്തി എന്ന ദാനം. ശക്തിയുടെ ആത്മാവ് അത് വളരെ വളരെ പവർഫുള്ളായൊരു വെപ്പണാണ്. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ സിംഹത്തെ സാംസൺ ചീന്തിക്കളഞ്ഞു. ഹല്ലേലൂയ. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് മാനുഷികമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. ഇത് ആത്മാവിന്റെ പ്രവർത്തനമാണ്. ആത്മാവ് ബലം കൊടുത്തപ്പോൾ, ആത്മാവിന്റെ ശക്തി പ്രകടമായപ്പോൾ ഒരു സാധാരണ മനുഷ്യനിലൂടെ അസാധാരണമായ കാര്യം പരിശുദ്ധാത്മ പ്രവർത്തിക്കുകയാണ്. പ്രവാചകനെ ഏലിയായുടെ ജീവിതത്തിലോട്ട് വരണം.
രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. 18-ാം അധ്യായത്തിൽ അവിടെ പെട്ടെന്ന് നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി മാറുകയാണ്. മഴ ഇരുമ്പുന്നതായി ഏലിയ കേട്ടു. 3 വർഷമായിട്ട് കൊടും ക്ഷാമമായിരുന്നു. ഏലിയായുടെ പ്രാർത്ഥനയിലൂടെ അടയ്ക്കപ്പെട്ട ആകാശത്തിന് കിളിവാതിലുകൾ തുറക്കപ്പെട്ടു. ഏലിയ പറഞ്ഞു, ആഹാബേ, നീ എത്രയും പെട്ടെന്ന് ജെറുസലേമിലേക്ക് പോവുക. ദൈവത്തിന്റെ വചനം പറയാണ് 18:46 എന്താ സംഭവിച്ചത്? കർത്താവിന്റെ കരം ഏലിയാട് കൂടെ ഉണ്ടായിരുന്നു. അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജസ്രൽ കവാടം വരെ ഓടുകയാണ്. അവൻ ഓടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, 16 കുതിരകളുള്ള രഥമാണ് ആഹാബ് രാജാവിൻ്റേത്. ഈ 16 കുതിരകളുടെ ശക്തിയേക്കാളും അതിവേഗതയിൽ ദൈവത്തിന്റെ പ്രവാചകനായ ഏലി ഓടുകയാണ്. ഇപ്രകാരം അതിവേഗതയിൽ ഓടുവാൻ അവൻ ആരാണ് ശക്തി കൊടുത്തത്, ബലം പകർന്നത്? പരിശുദ്ധാത്മാവാണ്. മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ആത്മാവിന്റെ ശക്തി, അതിന്റെ മാനിഫെസ്റ്റേഷൻ, വെളിപ്പെടൽ ഉണ്ടായപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഈ അഭിഷേകം നമുക്ക് കൂടിയേ തീരൂ. ആത്മാവിൻ്റെ ഈ ബലം നമുക്ക് നേരെ ആവശ്യമാണ്. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നു. എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വചനത്തിൽ, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. ഈ യുഗാന്ത്യ കാലഘട്ടത്തിൽ പിശാചിന്റെ സമയം അനുവദിക്കപ്പെട്ട ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തോട് പറയുകയാണ്, കർത്താവിലും ആത്മാവിന്റെ ശക്തിയിലും ദൈവജനമേ, നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. ഈ കരുത്ത് നമ്മൾ സ്വന്തമാക്കേണ്ട സമയമാണ്. ഈ ബലം നമുക്ക് എപ്രകാരമാണ് ലഭിക്കുന്നത്? ആത്മശക്തി എന്ന ദാനത്തിലൂടെ, സ്പിരിറ്റ് ഓഫ് മൈറ്റിലൂടെയാണ് ഈ അധികമായ ബലം നമുക്ക് കിട്ടുന്നത്. അന്ധകാര ശക്തികളെ നേരിടുവാനുള്ള ശക്തി, പാപത്തെയും ലോകത്തെയും കീഴ്പ്പെടുത്തി മുന്നേറുവാനുള്ള ശക്തി, നമ്മുടെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളെ, പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ശക്തി ആത്മാവ് നമുക്ക് തരികയാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാന് ഗോപിയിലൂടെ പറഞ്ഞ ഒരു സുപ്രധാന പ്രവചന സന്ദേശമാണ്. ആത്മാവിൻ്റെ സപ്തദാനങ്ങളുടെ ആവശ്യകത എന്താണ്? യുഗാന്ത്യ സഭയ്ക്ക് ആത്മാവിൻ്റെ ഈ വിശുദ്ധ ദാനങ്ങൾ എന്തിനു വേണ്ടിയാണ്? അമിപ്രകാരം വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങളെ പ്രസാദപര പ്രകാശം കൊണ്ട് നിറയ്ക്കുകയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിച്ച് നിങ്ങളുടെ ആത്മാക്കളെ വിജ്ഞാനപൂരിതമാക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിനായി അവിടുന്ന് നിങ്ങളിൽ സപ്തദാനങ്ങൾ ചിന്തി നിങ്ങളെ ദൈവീകവും ധാർമ്മികവുമായ പുണ്യങ്ങളാൽ പൗത്രീകരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഈ ഒരു കാലയളവിൽ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ പരിശുദ്ധ ത്രിത്വം നമ്മളെ പൗത്രീകരിക്കുകയാണ്, നമ്മളെ ബലപ്പെടുത്തുകയാണ്. ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാൽ മുദ്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഈ കാലഘട്ടത്തിൻ്റെ സകല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് കർത്താവിനെ യോഗ്യമാം വിധം ജീവിതങ്ങളായി നമ്മളെല്ലാം മാറ്റപ്പെടുവാനായിട്ട്. എൻ്റെ സഹോദരങ്ങളെ, യുഗാന്ത്യ സഭയ്ക്ക് ആത്മാവിൻ്റെ സപ്തദാനങ്ങളുടെ ആവശ്യകത നമുക്ക് ബോധ്യമുണ്ടാകണം. ദിനം തോറും ഈ ബോധ്യത്തിൽ ആത്മാവ് നമ്മളെ വളർത്തുകയാണ്. ആത്മാവിൻ്റെ ശക്തി പ്രകടമാകുമ്പോൾ സംഭവിക്കുന്നവ എന്തെല്ലാമാണ്? ആത്മശക്തി എന്ന ദാനം വെളിപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമതായി നമ്മൾ തിരിച്ചറിയണം, ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ തലമാണ് സൈൻസ് ഓഫ് വണ്ടേഴ്സ്. അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. എൻ്റെ സഹോദരങ്ങളെ,
ആദിമ സഭയിൽ മാത്രമല്ല ആത്മാവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായിരുന്നത്. പലരിന്ന് പറയുന്നുണ്ട് അത്ഭുതങ്ങൾ നിന്നുപോയി, അടയാളങ്ങൾ ഇനി ആവശ്യമില്ല. സഭാ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സഭയുടെ എക്കാലവും ആത്മാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തൻ്റെ സഭയെ നയിച്ചു. നമ്മൾ യുഗാന്ത്യ സഭയിലാണ് ആയിരിക്കുന്നത്. ആദിമ സഭയുടേതിനേക്കാളും അധികമായ അത്ഭുതങ്ങളും അടയാളങ്ങളും യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യമാണ്. കാരണം യുഗാന്ത്യ സഭ അത്രമാത്രം പൈശാചികമായ പോരാട്ടങ്ങളിലൂടെയും ഈ ആധുനിക കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ആത്മാവിൻ്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് ആവശ്യമാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്നു പോയിട്ടില്ല. അവൻ ഇന്നും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 2:4 വരണം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചു വായിക്കണമേ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവിൽ നിറയപ്പെട്ടപ്പോൾ, ആത്മാവിൻ്റെ ശക്തിയിൽ അവർ പൂരിതരായപ്പോൾ, ആത്മശക്തി എന്ന ദാനത്താൽ സ്ലീഹന്മാരും മുദ്രിതരായപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 43-ാം വചനത്തിലോട്ട് വരണം. അവിടെ എന്താ സംഭവിച്ചേ? എല്ലാവരിലും ഭീതിയുളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അപ്പോസ്തലന്മാർ വഴി വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 5:12 വരുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. ആത്മാവിൻ്റെ ശക്തിയിൽ അവർ നിറയപ്പെട്ടപ്പോൾ ഈ ആത്മശക്തി അവരുടെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങളായി അടയാളങ്ങളായി വെളിപ്പെടുകയാണ്. ഇത് ഇന്ന് നമുക്ക് ആവശ്യമാണ്. സഭയെ മഹത്വപൂർണ്ണയാക്കി മാറ്റുന്നത്, സഭയെ ശക്തീകരിക്കുന്നത് സഭയ്ക്ക് ആത്മാവ് നൽകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. സഭയിലെ വലിയൊരു വിശുദ്ധനായിരുന്നു വിശുദ്ധനായ പാട്രിക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ്. ടീം ഷെക്കേനയുടെ പേട്രൺ സെയിൻസിൽ ഒരു സെയിൻ്റാണ് വിശുദ്ധ പാട്രിക്. അയർലൻഡിന്റെ മണ്ണിലേക്ക് അന്നൊരു ക്രിസ്ത്യാനി പോലും അയർലൻഡിൽ ഇല്ല. ഒരു പേഗൻ കൾച്ചറായിരുന്നു. ഏകസത്യദൈവമായ യേശുവിനെയോ സത്യവിശ്വാസം അറിയാത്ത പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന ഒരു പേഗൻ കൾച്ചറിലായിരുന്നു അന്നത്തെ ഐറിഷ് ജനത. അന്ധകാരം മൂടപ്പെട്ടിരുന്ന ആ ജനതയിലേക്ക് കർത്താവിൻ്റെ സുവിശേഷത്തിന്റെ വെളിച്ചവുമായി ആത്മാവിൻ്റെ ശക്തിയിൽ വിശുദ്ധനായ പാട്രിക് കടന്നു ചെല്ലുകയാണ്. ആ രംഗം നിങ്ങൾ കണ്ടേ. അവിടുന്ന് തൻ്റെ ബിഷപ്പായിരുന്നു. ആ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ, അയർലൻഡിന്റെ മണ്ണിൽ കുത്തി, കാലുകുത്തി ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞ പക്ഷെ എന്താ സംഭവിച്ചത്? അയർലൻഡിലെ സകല പാമ്പുകളും കൂട്ടം കൂട്ടമായി വന്ന് കടലിൽ മുങ്ങിച്ചാവുകയാണ്. ഇത് കെട്ടുകഥയല്ല സഹോദരങ്ങൾ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. ആ പാമ്പുകളെല്ലാം കടലിൽ വന്ന് മുങ്ങിച്ചത്തു. ഇന്നും ലോകത്തിൽ പാമ്പുകളില്ലാത്ത ഏക രാജ്യമാണ് അയർലൻഡ്. വിശുദ്ധ പാട്രിക്കിലൂടെ വെളിപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി, ആത്മശക്തി ഇന്നും ആ രാജ്യത്തിന്റെ അന്തരീക്ഷ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ലോകത്തിന്റെ ശക്തി ഇതുപോലെയല്ല. ആത്മാവിന്റെ ശക്തി അത് സെക്യുലർ ശക്തിയെ പോലെയല്ല സഹോദരങ്ങളെ. അത് ഉന്നതത്തിലെ ശക്തിയാണ്, ഉയരത്തിലെ ശക്തിയാണ്. ആ ശക്തിയെ മറികടക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. Power of the Holy Spirit, power of the Holy Spirit, Spirit of might. Oh, Rukha Baba.
ലോർഡ് anoint us, ആത്മാവേ, anoint us. ആത്മാവേ, ഈ ശക്തിയുടെ അനുഭവമാണ് എൻ്റെ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ആവശ്യം. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി അസാധാരണമായ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 15-16 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ പത്രോസ്ലീഗയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതമാണ്. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നത്. 16-ാമത്തെ വചനം പറയാണ്, എന്താ പറയുന്നത്? അവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലടിച്ചപ്പോൾ അത്ഭുത രോഗശാന്തികൾ ഉണ്ടായി, അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടായി. അങ്ങനെ കടന്നു വന്ന എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസിന്റെ നിഴലിന്റെ ശക്തി കൊണ്ടാണോ? അല്ല സഹോദരങ്ങളെ, നിഴലടിച്ചപ്പോൾ സൗഖ്യം, നിഴലടിച്ചപ്പോൾ അത്ഭുതം, നിഴലടിച്ചപ്പോൾ വിടുതൽ. എന്തുകൊണ്ട് സംഭവിച്ചത്? ആ നിഴലിൽ, പത്രോസിയുടെ നിഴലിൽ ആത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. ആ നിഴലിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ആത്മാവിന്റെ ശക്തിയാണ് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടുവന്നത്. നമ്മൾ മനസ്സിലാക്കണം, യുഗാന്ത്യ സഭയിൽ ആദ്യ സഭ എന്നതിനേക്കാളും ശക്തമായ വിധത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കണം സഹോദരങ്ങളെ. പക്ഷെ പാട്രിക്കിന്റെ ജീവിതത്തിൽ തന്നെ മറ്റൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് അയർലൻഡിന്റെ പല ദിക്കുകളിലേക്കും പോവാണ്. ശത്രുത വർദ്ധിക്കാൻ തുടങ്ങി. കൊടും മന്ത്രവാദികളും ക്ഷുദ്രപ്രയോഗക്കാരും ആഭിചാരികളുമുള്ള നാടായിരുന്നു അന്ന് അയർലൻഡ്. സത്യവിശ്വാസത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. അവിടുത്തെ മന്ത്രവാദികളും കൂടോത്രക്കാരൊക്കെ വിശുദ്ധ പാട്രിക്കിനെ എതിരാവുകയാണ്. അദ്ദേഹത്തെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ അവർ തക്കം പാർത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുവാൻ തൻ്റെ 3 അനുയായികളുമായി കടന്നു പോവുകയാണ്. ഈ സമയത്ത് ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. പാട്രിക്കും അദ്ദേഹത്തിന്റെ അനുയായികളും അവരെ ഒളിച്ചിരിക്കുന്നുണ്ട്. ശത്രുക്കൾ ഒളിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആത്മാവിന്റെ ജ്ഞാനത്തിൽ മനസ്സിലായ ഒരു സെക്കൻഡ് പാട്രിക്ക് കണ്ടു, ആ വടിയിൽ പിടിക്കാൻ, തൻ്റെ അഭിഷേക ദണ്ടിൽ പിടിക്കാൻ പറയുന്നതോടുകൂടി അവരിതാ ഈ മാനുകളെ പോലെ ആവുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയത് നിങ്ങള്. ആത്മാവേ, ശത്രുക്കള് വേഗം വന്ന് അവരെ നശിപ്പിക്കുവാൻ, കൊല്ലുവാൻ വേണ്ടി നോക്കുമ്പോൾ പാട്രിക്കിനെയും അനുയായികളെയും കാണുന്നില്ല. എന്റെ സഹോദരങ്ങളെ, ഇത് കെട്ടുകഥയല്ല. വിശുദ്ധ പാട്രിക്കിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്ത അത്ഭുതമാണ്. നിങ്ങൾ ആ ഹിസ്റ്ററി വായിക്കണം. പക്ഷെ പാട്രിക്കിന്റെ അനുഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം തീയായി കത്തും. നമ്മുടെ മേൽ ആത്മാവിന്റെ ബലം ഇറങ്ങി വരും. ഓ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കൂടുതൽ ശക്തിയുടെ അനുഭവമുള്ളതായിട്ട് മാറും. എത്ര അത്ഭുതകരമായിട്ടാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത്. വീണ്ടും സമരിയ പട്ടണത്തിൽ പോയി പീലിപ്പോസ് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. പരിശുദ്ധാത്മ ശക്തിയാലെ, ആത്മാവിന്റെ ബലത്തോടുകൂടി. ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നത് സ്പിരിറ്റ് ഓഫ് മൈറ്റ് ആണ്, ശക്തിയുടെ ആത്മാവാണ്. ശക്തിയുടെ ആത്മാവ് പബ്ലിക്കായി, പരസ്യമായി വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന ദൈവപ്രവൃത്തിയെ കുറിച്ച് നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്നലെ കണ്ടത് നമ്മുടെ ആന്തരിക മനുഷ്യനെ, നമ്മുടെ സ്പിരിറ്റ് മാനെ ശക്തിയുടെ ആത്മാവ് ബലപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. ഇന്ന് പരസ്യമായി ആത്മശക്തി വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് അതിൽ പ്രധാന കാര്യം. അപ്പോസ്തല പ്രവർത്തനം 8:7 വന്ന് അവിടെ സമരിയ പട്ടണത്തിൽ പോയി പീലിപ്പോസ് ആത്മാവിന്റെ ശക്തിയിൽ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ച് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുകയാണ്.
അനേകം, ഒന്നോ രണ്ടോ പേരല്ല, അനേകം തളർവാദ രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചു. കരമടിച്ച് പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുത്ത്. അത്ഭുതങ്ങൾ നിന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നു പോയിട്ടില്ല. ഇന്നും പരിശുദ്ധാത്മാവ് തന്റെ സഭയിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുന്നു. ഓ, ശ്രദ്ധിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11-12 വചനങ്ങൾ. പെട്ടെന്ന് വചനം നമുക്കൊന്ന് കാണാം. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, സാധാരണ മനുഷ്യനായ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തി, ദൈവശക്തി പൗലോസ്ലീഹായിലൂടെ വെളിപ്പെടുകയാണ്. സഹോദരങ്ങളെ, സഭയിലെ മറ്റൊരു വലിയ വിശുദ്ധനാണ് പാതുവാലി സന്തോണീസിന്റെ ജീവിതത്തിലെ മരിച്ചുപോയൊരു പെൺകുട്ടി. ഒരു ഗ്രാമം അവളുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് സന്തോണീസ് അവിടെ കടന്നു വരുന്നത്. ആത്മാവിൻ്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ ആ മരിച്ചുപോയ കുഞ്ഞിനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഗ്രാമം അത്ഭുതപ്പെട്ടു. ആ ഗ്രാമവാസികൾ വിശ്വസിച്ച് കർത്താവ് യേശുവിലേക്ക് തിരിയുകയാണ്. നിങ്ങൾ അത്ഭുതം ഒന്ന് കണ്ടേ സഹോദരങ്ങളെ. വെള്ളത്തിൽ വീണ ആ കുഞ്ഞ് മരിച്ചു. സന്തോഷ് ആ കുഞ്ഞിനെടുക്കുകയാണ്, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. റൂഹായുടെ കാറ്റടിച്ചപ്പോൾ കണ്ടു, അവൾ കുടിച്ചിരുന്ന വെള്ളം അവൾ തുപ്പിക്കളഞ്ഞ് മരണപ്പെട്ടുപോയ ആ പൊന്നുമകള് ജീവനിലേക്ക് വരികയാണ്. ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമുക്കത് ആവശ്യമാണ് സഹോദരങ്ങളെ. രണ്ടാമത്തൊരു തലമാണ് ആത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തൊരു കാര്യം. സാത്താൻ കോട്ടകൾ തകരുകയാണ്. സാത്താന്റെ കോട്ടകൾ തകരുന്നു. ഇരുട്ടിന്റെ ശക്തികൾ നിർവീര്യമാകുന്നു. പൈശാചിക രൂപികളും അന്ധകാര പോരാട്ടങ്ങളും അതെല്ലാം ഛിന്ന ഭിന്നമാവുകയാണ് ആത്മാവിന്റെ ശക്തിയിൽ. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്കിന്നത് ആവശ്യമാണ്. നമ്മൾ അതിനുവേണ്ടി ദാഹിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച് ശിലൂക്കാട് സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ നമ്മുടെ കർത്താവ് യേശു പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പരിശുദ്ധാത്മ ശക്തി എൻ്റെ മേലുണ്ട്, ആത്മശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നു. കർത്താവ് പറയാണ്, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ഈ വചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ മുഴുവൻ. കരമടിച്ച് ഈശോയ്ക്ക് മാത്രം കൊടുത്തേ. ശ്രദ്ധിക്കുന്നു. ആമേൻ കർത്താവേ. ഈ വചനത്തിന്റെ പൂർത്തീകരണമാണ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത്. സാത്താൻ കോട്ടകൾ തകരുന്നു, പൈശാചിക ആധിപത്യങ്ങൾ തകരുന്നു, ദുഷ്ടന്റെ കെട്ടുകൾ പൊട്ടുന്നു. സഹോദരങ്ങളെ, ഇത് നിസ്സാരമായൊരു കാര്യമല്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വചനത്തിൽ, പിശാച് എന്ന് പറയുന്നത് ഒരു നുണക്കഥയല്ല, സാത്താൻ എന്ന് പറയുന്നത് ഒരു സങ്കല്പമല്ല, അതൊരു മിഥ്യാധാരണയല്ല, അത് സത്യമാണ്. പിശാചിന്റെ അസ്തിത്വത്തെ കത്തോലിക്ക സഭയുടെ മതബോധനം അത് സ്ഥിരീകരിക്കുന്നു. കർത്താവായ യേശു അത് പഠിപ്പിക്കുന്നു, അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നു. സാത്താൻ കെട്ടുകഥയല്ല, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നതോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവരെൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ വചനത്തിന്റെ ആത്മാവ് പൗലോസ്ലീഹയോട് പ്രവർത്തിക്കുകയാണ്.
സ്പിരിറ്റ് ഓഫ് മൈറ്റ് ആണ്, ശക്തിയുടെ ആത്മാവ്. എഫെസസ് പട്ടണത്തിൽ പോയി പൗലോസ്ലീഹ ആത്മാവിന്റെ ശക്തിയിൽ സുവിശേഷം പ്രസംഗിച്ചു. ഈ സുവിശേഷ പ്രഘോഷണ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. സാത്താൻ കോട്ടകൾ തകരുന്നു. എഫെസസ് പട്ടണം പൈശാചിക ശക്തികളാല്, വിഗ്രഹ ശക്തികളാല് നിറയപ്പെട്ടതായിരുന്നു. അതിനെല്ലാം പരിശുദ്ധാത്മ തകർക്കുകയാണ്. അന്ധകാര പോരാട്ടങ്ങൾ തകർന്നു. ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറിപ്പോയി. പൈശാചിക അരൂപികൾ ഛിന്ന ഭിന്നമായി. കർത്താവിന്റെ രാജ്യം അവിടെ വിസ്തൃതമാകുകയാണ്. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 20-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച വചനം വായിച്ച്, അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ശക്തി വെളിപ്പെട്ടു, ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു. ഇനി 19-ാം വചനത്തിലോട്ട് വന്നേ. 19-19 ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങൾ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. മന്ത്രവാദികളും കൂടോത്രക്കാരും ആഭിചാരയുടെ മേൽ വരെ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി, ആത്മശക്തി ഇറങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിന്റെ ശക്തിയിൽ മന്ത്രവാദികൾ, അവർക്ക് എന്താ സംഭവിച്ചത്? ഡെലിവറൻസ്, ഹല്ലേലൂയ, അത്ഭുത വിടുതൽ. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്നവരിൽ ആത്മശക്തി ഇറങ്ങി, പൈശാചിക കെട്ടുപൊട്ടി, നരകത്തിന്റെ ബന്ധനം അഴിഞ്ഞു, ഇരുട്ടിന് വ്യാപാരങ്ങൾ തകർക്കപ്പെടുകയാണ്. കൂട്ട ഡെലിവറൻസ് ആരാ നൽകുന്നത്? പരിശുദ്ധാത്മാവ്, ആത്മശക്തി, സ്പിരിറ്റ് ഓഫ് മൈറ്റ്. സഹോദരങ്ങളെ, ഈ ശക്തി നമുക്ക് ആവശ്യമല്ലേ? ഈ ശക്തിയുടെ അനുഭവം നമുക്ക് ഇന്ന് ആവശ്യമല്ലേ? ഈ ആത്മശക്തിയല്ലേ ഇന്ന് നമ്മളെ നയിക്കേണ്ടത്, നമ്മെ നവീകരിക്കേണ്ടത്, നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കേണ്ടത്? ആത്മാവിന്റെ ശക്തിയല്ലേ? നമ്മളിത് സ്വന്തമാക്കണം. പക്ഷെ പാട്രിക്കിന്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം നിങ്ങൾ ഓർക്കുക. സ്വർഗത്തിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ തീയെ കെടുത്തുവാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കില്ല. ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കില്ല. സഹോദരങ്ങളെ, ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥനാപൂർവ്വം കണ്ടേ. പാട്രിക്കും സഹോദരങ്ങളും അവർ ആമപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സെക്കൻഡ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത്. മന്ത്രവാദികൾ കൂട്ടമായി വന്ന് പാട്രിക്കിനോട് എതിരിടുകയാണ്, അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. കണ്ടു, പൗരോഹിത്യത്തിന്റെ ശക്തി കണ്ടു. അഭിഷേക ശക്തിയാൽ പാട്രിക്ക് തന്റെ കരങ്ങൾ നീട്ടുമ്പോൾ ആ കൊടും മന്ത്രവാദിക്ക് എന്താ പറ്റുന്നത് നോക്കിയേ നിങ്ങൾ. അതിങ്ങനെ കുഴഞ്ഞ് നാവ് അനങ്ങാൻ പറ്റുന്നത്, മൂകനായി പോയി. അപ്പൊ മറ്റേ മന്ത്രവാദി അദ്ദേഹത്തിന്റെ മാന്ത്രിക ശക്തി കൊണ്ട്, ശ്രദ്ധിച്ചേ, ഒരു സെക്കൻഡ് പോസ്റ്റ് ചെയ്തേ, കൊണ്ടു ഭൂമിയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുകയാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, സാധാരണ വെള്ളം അഗ്നിയെ കെടുത്തിക്കളയും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ തീ, സ്വർഗത്തിന്റെ തീ, വെള്ളം കണ്ടാൽ കെട്ടുപോകുന്ന തീയല്ല. അവിടെ എന്താ സംഭവിച്ചത് നോക്കിയേ. ഇതാണ് ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ തീ കത്തുകയാണ്. അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു വീഴുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് ആ പട്ടാളക്കാരൻ വെട്ടാൻ നോക്കുമ്പോൾ സ്റ്റില്ലായി മാറുകയാണ്. വീണ്ടും അദ്ദേഹം ത്രിത്വത്തിന്റെ നാമത്തിൽ അവിടെ ആശീർവദിച്ചപ്പോൾ ആ അവസ്ഥ മാറിപ്പോവുകയാണ്. അന്ധകാര ശക്തികളുമായി നേരിട്ടുള്ള ഫൈറ്റ്. കൊടും മന്ത്രവാദികൾ, അവരിൽ പ്രവർത്തിച്ചിരുന്ന മന്ത്രവാദ ശക്തികൾ, അത് പൈശാചിക ശക്തികളാണ്. നരകത്തിന്റെ ശക്തികളുമായി ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വിശുദ്ധ പാട്രിക്ക് വരികയാണ്. അവിടെ വിജയം കൊടുത്തത് ആരാ? പരിശുദ്ധാത്മാവാണ്. ആത്മാവിന്റെ ശക്തിയാണ് പാട്രിക്കിന്റെ കരങ്ങളെ ബലപ്പെടുത്തിയത്. ഒരു മാന്ത്രിക ശക്തിക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സാത്താൻ കോട്ടകൾ തകരുകയാണ് സഹോദരങ്ങളെ, തകരുകയാണ്. നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കണമേ. ഒരു പ്രാവശ്യം പാട്രിക് ആത്മാവിന്റെ അഭിഷേകത്തിൽ അവിടുത്തെ ആ പാഗൻ കിങ്ങിന്റെ അടുത്തേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ വാളുകൊണ്ട് വെട്ടുന്ന ഒരു രംഗമുണ്ട്. നിങ്ങളെ ശ്രദ്ധിച്ച് കണ്ടേ. അവിടെ എന്താ സംഭവിച്ചത്? പാട്രിക് കടന്നു പോകുക, അധികാരത്തോടെ അഭിഷേകത്തോടെ പോവുക, ആ വാളുകൊണ്ട് വെട്ടുകയാണ്. കർത്താവിന്റെ ശ്രദ്ധിച്ച് നിങ്ങൾ, ആത്മാവിന്റെ വാഗ്ദാനമാണ്. അവർ വാളിന്റെ വാൾ തലയിൽ നിന്ന് രക്ഷപ്പെട്ടു.
വാളിന്റെ വാൾത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആരാ രക്ഷപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവാണ്, ആത്മാവിന്റെ ശക്തിയാണ്. സഹോദരങ്ങളെ, അങ്ങനെ കടുത്ത ഒരു പോയിസണിട്ട് കൊല്ലാനായിട്ട് ആ രാജാവിൻ്റെ കിങ്കരന്മാരെ, മാന്ത്രികന്മാരും ക്ഷുദ്രപ്രയോഗക്കാരും അവർ തീരുമാനമെടുത്തു. ഇതിവൻ്റെ അവസാനമാണ്, ഇവനെ കൊന്നുകളയാൻ വേണ്ടി ഒരു കുട്ടും വിഷം കലർത്തി ഒരു ജ്യൂസ് കൊടുക്കുകയാണ്. ആ രംഗം നിങ്ങൾ ശ്രദ്ധിച്ച്. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുമ്പോൾ, ശക്തിയുടെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ നോക്ക്. പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞു ഇത് ചതിയാണെന്ന്. ശ്രദ്ധിച്ചത് നിങ്ങൾ? ഇവിടെയാണ് പൗരോഹിത്യത്തിന് ശക്തി വരുന്നത്, പൗരോഹിത്യത്തിന് അധികാരം വരുന്നത്. ത്രിത്വത്തിന്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ, ആ ശ്ലൈഹിക അധികാരത്തിൽ, അദ്ദേഹം ബിഷപ്പാണ്, മെത്രാനാണ്. നമ്മുടെ അഭിനയ പിതാക്കന്മാർക്ക് വലിയ ശ്ലൈഹിക ശക്തിയും അഭിഷേകവും ഉണ്ട് സഹോദരങ്ങളെ. അത് അവരുടെ വ്യക്തിപരമായ യോഗ്യത കൊണ്ടല്ല, അത് കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ പിന്തുടർച്ച അവകാശികൾ എന്ന നിലയിൽ അവർക്ക് കൊടുക്കുന്ന ശ്ലൈഹിക അധികാരമാണ്. നിങ്ങൾ നോക്കിക്കേ, ആ സമയത്ത് എന്താ ഉണ്ടാകുന്നത്? ആ പോയിസണിങ് ആവിയായിട്ട് പോകും, ആവിയായിട്ട് പോകും. ദൈവമേ, ഇതൊക്കെ പരിശുദ്ധാത്മാവിന് ജീവിക്കുന്ന അനുഭവങ്ങൾ. എന്നിട്ട് ആ വിഷത്തുള്ളികൾ ആ മന്ത്രവാദിയുടെ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കും. പാട്രിക് അത് ആ മറ്റേ ജ്യൂസ് കഴിക്കുകയാണ്. ഈശോ 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവന്റെ ശക്തിയാണ് സഭയെ നയിക്കുന്നത്. സംശയിക്കേണ്ട കേട്ടോ. ആത്മാവിന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പഴയ നിയമത്തിലേക്ക് നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലോട്ട് വരണം. 15-ാം അധ്യായം 14-ാം വചനത്തിൽ എന്താണ് ആത്മാവ് പറയുന്നത്? ആത്മാവ് എന്താ പറയുന്നത്? 15-14 ശ്രദ്ധിക്കാം. അവിടെ പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ സംസന്റെ മേൽ ഇറങ്ങി വന്നു. അവനെ ബന്ധിച്ചിരുന്ന ആ കയറുകള് ചണൽ നൂലുപോലെ പടപടാന്ന് പൊട്ടിപ്പോവുകയാണ്. ആ കയറുകൾ കമ്പക്കയറ് കൊണ്ട് അവനെ കെട്ടിയിരിക്കുകയാണ്. ഈ കയറുകളിലേക്ക് ആത്മശക്തി ഇറങ്ങിയപ്പോൾ അത് ചണനൂല് പോലെ എല്ലാം പൊട്ടിത്തകർന്നു പോയി. കാരണം എന്താ? ആത്മാവിന്റെ ശക്തി സംസന്റെ മേൽ ശക്തമായി ആവസിച്ചു. സഹോദരങ്ങളെ, ഈ ശക്തിയുടെ അനുഭവമാണ് ഇന്ന് നമുക്ക് ആവശ്യം. യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യം, വന്യവൈദികർക്ക് ആവശ്യം, സമർപ്പിതർക്ക് സന്യസ്തർക്ക് ആവശ്യം, ആത്മായ പ്രേക്ഷിതർക്ക് ആവശ്യം, നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ ആത്മശക്തിയാണ് ആവശ്യം. എത്ര കൃത്യമാണ് ലയോ 13-ാമൻ മാർപ്പാപ്പ ഈ കാലഘട്ടത്തെ നോക്കി മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്. എന്താ മാർപ്പാപ്പ പറഞ്ഞത്? സത്യം ഇതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസ തീഷ്ണതയും പ്രാർത്ഥനാ ചൈതന്യവും ഈ കാലഘട്ടത്തിൽ പോരാ. സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ മുന്നേറാൻ കാരണം സാത്താൻ കൂടുതൽ ശക്തി ആർജിക്കുകയും കൂടുതൽ കഠിനമായ പ്രലോഭനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ വിശ്വാസികൾ, വിശിഷ്യ സമർപ്പിത ആത്മാക്കൾ കൂടുതൽ ശ്രദ്ധയോടെ വ്യാപരിക്കുന്നില്ലെങ്കിൽ യുദ്ധത്തിൽ വിജയിക്കുകയില്ല. ഞാൻ ചിന്തിക്കുന്ന നമ്മുടെ ഈ മാർപ്പാപ്പമാരുടെയൊക്കെ നിറഞ്ഞ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ് എന്തുമാത്രം പവർഫുൾ ആയിരുന്നു സഹോദരങ്ങളെ. ഈ കാലഘട്ടത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് മഹാനായ ലയോ 13-ാം മാർപ്പാപ്പ യുഗാന്ത്യ സഭയോട് പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളിലെ പോലെയുള്ള പ്രാർത്ഥനയും ഉപവാസവും ആത്മശക്തിയൊന്നും പോരാ യുഗാന്ത്യ സഭയ്ക്ക്. കാരണം സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന സമയത്ത് വിശ്വാസികളും സമർപ്പിത ആത്മാക്കളും കൂടുതൽ ആത്മശക്തിയിൽ നിറയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനാണ് സ്വർഗ്ഗീയ ശുശ്രൂഷ ഒരുക്കി തരുന്നത്. മൂന്നാമത്തെ തലം, ആത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ മൂന്നാമത്തെ തലം എന്താ? വിശ്വാസം വർദ്ധിക്കുന്നു. വിശ്വാസം വർദ്ധിക്കുന്നു സഹോദരങ്ങളെ. അവിശ്വാസത്തിന് ബന്ധനമഴിയും, സംശയത്തിന് കെട്ടുകൾ പൊട്ടും, അല്പവിശ്വാസത്തിന് നുഖങ്ങൾ ഒടിഞ്ഞു മാറും. വിശ്വാസം വളരുകയാണ്. തീ പോലെ സത്യവിശ്വാസം കത്തുകയാണ്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 8:12 വന്ന് 8:12 അവിടെ പീലിപ്പോസ് സമരിയ പട്ടണത്തിൽ പോയി ആത്മശക്തിയോടെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ എന്തുണ്ടായി? പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വിശ്വസിച്ചു. ജ്ഞാനസ്നാനം മാമോദീസ സ്വീകരിച്ചു. എല്ലാവരും വിശ്വസിക്കുകയാണ്.
വിശ്വാസം വർദ്ധിക്കുകയാണ് ആത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ. അവിശ്വാസത്തിന് കെട്ടുകൾ പൊട്ടുകയാണ്. സഹോദരൻ, നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ വിശ്വാസമില്ലാതെ, സഭയിൽ വിശ്വാസമില്ല, പരിശുദ്ധ കുദാശകളിൽ വിശ്വാസമില്ല, പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ല, ദൈവവചനത്തിൽ വിശ്വാസമില്ല, കർത്താവ് യേശുവിൻ്റെ ഉത്ഥാനത്തിലും വീണ്ടും വരവിലും വിശ്വാസമില്ല. അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരിൽ ആത്മശക്തി ഇറങ്ങുവാൻ നമ്മൾ കണ്ണീരോടെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. യോഹന്നാന്റെ സുവിശേഷം 11:45 എന്താ പരിശുദ്ധ വചനം പറയുന്നത്? മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ യേശു പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. ലാസറിനെ ഉയർപ്പിച്ചു. ഇത് കണ്ടപ്പോൾ ജനം വിശ്വസിച്ചു. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 33-34 തിരുവചനങ്ങൾ നോക്കിക്കേ. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസിലിൽ നടന്ന ഒരു അത്ഭുതമാണ്. ഐനിയാസ് എന്ന് പറയുന്ന ഒരു 8 വർഷമായി തറവാദം പിടിപെട്ട് കിടക്കുകയാണ്. 34-ാം വചനത്തിൽ പറയാണ്, പത്രോസ് പറഞ്ഞു, യേശു നിന്നെ സുഖപ്പെടുത്തുന്നു, എഴുന്നേറ്റ് കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. 35-ാം വചനം എന്താ പറയുന്നത്? അവനെ കണ്ട സകല മനുഷ്യരും കർത്താവിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ. അവിടെ വിശ്വാസം വർദ്ധിച്ചു. അവർക്ക് മനസ്സിലായി യേശുക്രിസ്തു ഏക സത്യ ദൈവമാണ്. യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ സത്യമായും അവൻ സർവശക്തനാണെന്ന് ജനം മുഴുവൻ വിശ്വസിക്കുമാറ് ആത്മാവിന്റെ ശക്തി പ്രകടമായി. കരമടിച്ച് പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുത്തേ. സ്തുതിക്കുന്നു. ആത്മാവേ, ഓ അനോയിന്റിങ്. പക്ഷെ പാട്രിക്കിന്റെ ജീവിതത്തിൽ ഒരു സംഭവം കൂടി നമുക്ക് കാണാം. അല്ല സഹോദരങ്ങളെ, ആ പേഗൻ രാജാവായ ആ മനുഷ്യൻ സത്യവിശ്വാസത്തിലേക്ക് വരികയാണ്. യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനാഥനുമായി സ്വീകരിക്കുകയാണ്. ആ വിധം പരിശുദ്ധാത്മാവ് പാട്രിക്കിലൂടെ ശക്തമായി പ്രവർത്തിച്ച ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കിക്കേ, പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കുക. കണ്ടു, അവർ നമ്മൾ ബെറ്റുവെക്കുകയാണ്. ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കി. പാട്രിക്കിന്റെ അനുയായിയും ആ രാജാവിന്റെ മന്ത്രവാദിയും പോവാണ്. ആരാണോ ജീവനോടെ തിരിച്ചു വരുന്നത് അവരുടെ ദൈവമാണ് ഏക സത്യ ദൈവം. നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒരു സെക്കൻഡ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തേ. ഇതാ പാട്രിക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഡിസൈപ്പിള് അവൻ തീയിൽ കടന്ന് വെന്ത് ചാകാതെ അവൻ പുറത്തു വരികയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സമയത്ത് അവിടെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ആ വീഡിയോ മുഴുവൻ കാണിക്കുന്നില്ല. നമ്മൾ അവിടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മേലങ്കി കൈമാറിയിരുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഈ മേലങ്കിയിലാണ്, ഈ അങ്കിയിലാണ് അനോയിൻറ്റിങ് അഭിഷേകം ഇരിക്കണമെന്ന് വിചാരിച്ച് മന്ത്രവാദിയുടെ മേലങ്കി ഈ പാട്രിക്കിൻ്റെ ആ ഡിസൈപ്പിളിൻ്റെ ശരീരത്തിലും പാട്രിക്കിൻ്റെ മേലങ്കി ഈ മന്ത്രവാദിക്ക് കൈമാറുകയാണ്. സഹോദരൻ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ കൊടും മന്ത്രവാദിയുടെ മേലങ്കി നമ്മളെങ്ങാനും വാങ്ങിക്കഴിഞ്ഞ് അതോടുകൂടി നമ്മൾ ദൈവമേ നമ്മൾ ഭയന്ന് വിറച്ച്, കാരണം നമുക്ക് ഈ അല്ലെങ്കിൽ തന്നെ ബന്ധനം പിശാച് എന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചിരിക്കുകയാണ്. ഈ കൊടും മന്ത്രവാദിയുടെ മേലങ്കി എങ്ങാനും നമ്മൾ അണിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ അനേകരുടെ ബോധം പോവും. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ ഭയപ്പാട്. ശക്തിയുടെ അനുഭവം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അന്ധകാര ശക്തികളെ അകാരണമായി ഭയപ്പെടുന്നത്. അവൻ്റെ വിഷപ്പല്ലുകളെ നമ്മുടെ കർത്താവ് അടിച്ചു കളഞ്ഞു. അവൻ പല്ലില്ലാതെ മൃതപ്രായനായൊരു സിംഹം പോലെയാണ് സാത്താൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ ഹല്ലേലൂയ. തൻ്റെ ആ മേലങ്കി ആ തീയിലേക്ക് കടന്നു ചെന്ന് എടുക്കുവാനാണ് ഇവിടെ പാട്രിക്ക് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ആ രംഗങ്ങൾ. അവിടെ പാട്രിക്ക് പോണ കൊണ്ടു ആ കൊടും തീയിലേക്ക് അഗ്നികുണ്ഡത്തിലേക്ക് തിരിച്ചു വരും. ഉടനെ കണ്ടു, നിങ്ങൾ അത് പോസ്റ്റ് ചെയ്തേ. ആ രാജാവ്, അദ്ദേഹം അന്നത്തെ അയർലൻഡിലെ കിങ് ആണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഐറിഷ് ജനത മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ്. യേശുവിനെ ഏക രക്ഷകനും ഏക കർത്താവുമായി ഏറ്റുപറയുകയാണ്. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നു. യേശുവിനെ ഏക രക്ഷകനായി ഏറ്റുപറയുന്നു. സഹോദരങ്ങളെ, എത്ര അത്ഭുതകരമായ അനുഭവമാണ്. പരിശുദ്ധ അമ്മ മാതാവ് നൽകിയ പ്രവചന സന്ദേശം ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ ഈ കാലഘട്ടത്തിന് എന്താണ് അമ്മ പറഞ്ഞത്? അമ്മ പറയുകയാണ്, വിശ്വാസവർദ്ധനയോട് ബന്ധപ്പെട്ട് സഭയെ പ്രകാശിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമായി അഗ്നിനാവുകൾ ഇറങ്ങി വരും. ആത്മാവിൻ്റെ അഗ്നിനാവുകൾ യുഗാന്ത്യ സഭയിലേക്ക് ഇറങ്ങി വരും. വിശ്വാസം ക്ഷയിക്കുകയും
മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവയിൽ നിന്നെല്ലാം അവളെ ശുദ്ധീകരിക്കാനും വിശ്വാസം വളർത്തുവാനും അഗ്നിനാവുകൾ അവളിൽ ഇറങ്ങി വരും. അഗ്നിനാവുകൾ അവളിൽ ഇറങ്ങി വരും. കൃത്യമായിട്ട് അമ്മ പറയുകയാണ്. സഹോദരങ്ങളെ, ഇതെത്ര കൃത്യതയോടെയാണ് ആത്മാവ് ഈ പ്രവർത്തിക്കുന്നത്. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തുതിച്ചൊരു 3 പ്രാവശ്യം ആത്മാവിനെ വിളിച്ച്, അവിടുത്തെ ശക്തിയുടെ അനുഭവത്തിനായി വിളിച്ച്, ശക്തിയുടെ ആത്മാവ്, ആത്മശക്തിയുടെ ചൈതന്യം നമ്മെ നയിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, യുഗാന്ത്യ സഭയെ നവീകരിക്കട്ടെ, നമ്മുടെ സമൂഹങ്ങളെ ശക്തീകരിക്കട്ടെ, നമ്മെ അല്ലാതെ എംപവർ ചെയ്യട്ടെ. കരമുയർത്തി വിളിക്കുന്ന ആത്മാവേ, ഹോളി സ്പിരിറ്റ്, anoint us. ശക്തിയുടെ ആത്മാവിനാൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ, ഞങ്ങളെ anoint ചെയ്യണമേ. സ്പിരിറ്റ് മൂവ്. സ്തുതിക്കുന്നു. ഗ്ലോറി കർത്താവേ. ആമേൻ. സഹോദരങ്ങളെ, ആത്മാവ് നമ്മുടെ മധ്യ ഇടമുറിയാതെ ചലിച്ചുകൊണ്ടിരിക്കുക. ആ ക്ഷീണവും തളർച്ചയൊക്കെ, ആ ഉറക്കമൊക്കെ മാറ്റി ഉണർവോടെ തീ പിടിച്ച ആത്മാക്കളായി ദൈവസന്നിധിയിലായിരുന്നേ. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് സഹോദരങ്ങളെ, അനുതാപവും മാനസാന്തരം. അത് നമ്മൾ കൂടുതൽ നാളെ നമ്മൾ ധ്യാനിക്കും, ദൈവഭയത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. എങ്കിലും നമ്മൾ നമ്മളൊന്ന് കാണുകയാണ്. ആത്മാവിൻ്റെ ശക്തി പ്രകടമാകുമ്പോൾ അനുതാപവും മാനസാന്തരവും അതെങ്ങനെ വരുന്നത്? ദൈവഭയത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ശക്തിയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ദൈവഭയത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കും. അവിടെ ജ്ഞാനം വെളിപ്പെടും, വിവേകം വെളിപ്പെടും, ആലോചന വെളിപ്പെടും, ദൈവഭക്തി വെളിപ്പെടും. ഇതെല്ലാം ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ വെളിപ്പെടലുകൾ, പ്രദർശനങ്ങളാണ്, പ്രകടനങ്ങളാണ്. ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സഹോദരങ്ങളെ, ശക്തിയുടെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാനസാന്തരമുണ്ടാകുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് നമുക്ക് വരാം. അവിടെ 19:18 ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് പൗലോസ്ലീഹ സുവിശേഷം പ്രസംഗിച്ചു എഫെസസ് പട്ടണത്തിൽ. അവിടെ എന്താ ഉണ്ടായത്? മന്ത്രവാദികളും കൂടോത്രക്കാരും മാനസാന്തരപ്പെട്ടു. വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ പാപവഴികൾ, പാപജീവിതം ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിക്കുകയാണ്. അവർ മാനസാന്തരപ്പെടുകയാണ്, അവർക്ക് അനുതാപം ഉണ്ടാവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 9:3 വന്ന് സാവൂൾ എന്ന ചെറുപ്പക്കാരൻ, നമ്മുടെ പൗലോസ്ലീഹായുടെ ആ ചെറുപ്പകാലം, ദൈവശക്തി അവൻ്റെ മേൽ ഇറങ്ങി. അവൻ യാത്ര ചെയ്ത് ദമസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി. ഞാൻ വിശ്വസിക്കുന്നു അത് ആത്മാവിൻ്റെ ശക്തിയാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മശക്തി ഇറങ്ങിയപ്പോൾ, അവൻ്റെ മേൽ പതിച്ചപ്പോൾ എന്തുണ്ടായത്? സാവൂൾ എന്ന ചെറുപ്പക്കാരൻ പൗലോസായി രൂപാന്തരപ്പെട്ടു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ ഈ ആത്മീയ ശുശ്രൂഷകൾ വഴി, ധ്യാനങ്ങൾ, ബൈബിൾ കൺവെൻഷനുകൾ വഴി ഇതുപോലെ എത്ര ജീവിതങ്ങളാണ് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിൽ വിശ്വസിച്ച് എത്ര അക്രൈസ്തവര്, 10,000-കണക്കിന് അക്രൈസ്തവര് കേരള കത്തോലിക്ക സഭയിൽ തന്നെ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനാഥനുമായി സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തി. ഇത് ആത്മാവിന്റെ പ്രവർത്തനമല്ലേ? ഈ യുഗാന്ത്യ നാളുകളിലും ആദ്യ നാളുകളെക്കാളും ശക്തമായി പ്രവർത്തിക്കുവാൻ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ഒരുക്കവും തീഷ്ണതയും സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. പരിശുദ്ധ അമ്മ മാതാവ് നൽകിയ മറ്റൊരു പ്രവചന സന്ദേശം നമ്മുടെ മാനസാന്തരത്തെക്കുറിച്ച്. എന്താണ് അമ്മ ഫാദർ ഷെഫാന ഗോപി അറിയിച്ചത്? എല്ലാവരുടെയും ഹൃദയങ്ങളിലും അവരുടെ ജീവിതത്തിലും സമൂലമായ പരിവർത്തനം, മാനസാന്തരം പരിശുദ്ധാത്മാവ് കൈവരുത്തും. പാപികൾ മാനസാന്തരപ്പെടും. യുഗാന്ത്യ സഭയിൽ അതാണ് ദ്വിതീയ പെന്തക്കോസ്ത. സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ യുഗാന്ത്യ സഭയ്ക്ക് നൽകുന്ന ശ്രേഷ്ഠമായ അനുഭവമാണ് ദ്വിതീയ പെന്തക്കോസ്ത. ആ സമയത്ത് അനേകർ മാനസാന്തരപ്പെടും, ദുർബലർ ശക്തി പ്രാപിക്കും,
രോഗികൾ സുഖപ്പെടും. വിഘടിച്ച് നിൽക്കുന്നവർ അവർ ഒന്നിക്കും, അവർ വീണ്ടും ഒന്നാകും. അമ്മ നൽകുന്ന പ്രവചന സന്ദേശമാണ് സഹോദരങ്ങളെ. എത്ര കൃത്യമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ ഫിലിപ്പി കാരാഗൃഹത്തിൽ എന്താ നടന്നത്? ആ ജയിൽ വാർഡൻ എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവർത്തനം 16:30-31 വചനങ്ങൾ. അവൻ കാൽക്കൽ വീണ് ഭയന്നു വിറച്ച്. ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ കാരാഗൃഹ പ്രമാണി ഭയന്നു വിറച്ച് ചോദിച്ചു, യജമാന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവന്റെ ശൈലി മാറി, ഭാഷ മാറി, സംസാരം മാറി, ജീവിതം മാറി. എപ്പോൾ ആത്മാവിന്റെ ശക്തി പ്രകടമായപ്പോൾ, അതാ ജയിൽ വാർഡൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ പഴയ ജീവിതം, പാപജീവിതം, അവന്റെ കലുഷിതമായ ആ ജീവിതം മാറിപ്പോവുകയാണ്. 33-ാം വചനം പറയുകയാണ്, അവനും കുടുംബവും മാമോദീസ സ്വീകരിച്ചു, യേശുവിൽ വിശ്വസിച്ചു, മാനസാന്തരമുണ്ടായി, തിരുസഭയോട് ചേർക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, അഞ്ചാമത്തൊരു തലം നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമത്തൊരു തലം എന്താണ്? നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ ശക്തമാകും. സോ പവർഫുൾ ആകും. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ സുവിശേഷ പ്രഘോഷണങ്ങൾ ശക്തമാകും. പൗലോസ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ എന്താണ് ശ്ലീഹ പറയുന്നത്? എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ സുവിശേഷ പ്രഘോഷണങ്ങൾ ആത്മശക്തിയുടെ വെളിപ്പെടലായിരുന്നു, പരിശുദ്ധാത്മ ശക്തിയുടെ പ്രകടനമായിരുന്നു. എത്ര ധീരതയോടാണ് പൗലോസ് ഇത് പറയുന്നത്! ആത്മാവിൻ്റെ ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ, വെളിപ്പെടലായിരുന്നു എൻ്റെ സുവിശേഷ പ്രഘോഷണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് വീണ്ടും ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ യുഗാന്ത്യ സഭയിലെ തൻ്റെ മക്കൾക്ക് നൽകുന്ന മറ്റൊരു പ്രവചന സന്ദേശം അമ്മ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മാർഗത്തെ പ്രകാശനമാക്കും, അവിടുന്ന് നിങ്ങളെ സുവിശേഷത്തിൻ്റെ തൻ്റെ ഇടമുള്ള സാക്ഷികളാക്കും. വിശ്വാസരാഹിത്യത്തിൻ്റെ ഭയാനകമായ സമയത്ത് പരിശുദ്ധാത്മ മുദ്രവയ്ക്കപ്പെട്ട പുസ്തകത്തിൽ ഉള്ളടക്കം ഞാൻ തുറന്നു കാട്ടുന്നത് ഗ്രഹിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും. ആത്മാവ് സുവിശേഷത്തിൻ്റെ തൻ്റെ ഇടമുള്ള സാക്ഷികളാക്കി നിങ്ങളെ മാറ്റുമെന്ന് അമ്മ പ്രവചന സന്ദേശം പറയുകയാണ്. കരമടിച്ച് പരിശുദ്ധ അമ്മയോർത്ത് ത്രിയേക ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. അഭിഷേക അഭിഷേക അഭിഷേക, അനോയിന്റിംഗ് അനോയിന്റിംഗ് അനോയിന്റിംഗ്. ഓ, അനോയിന്റിംഗ് അനോയിന്റിംഗ് അനോയിന്റിംഗ്. വ്യാപരിക്കട്ടെ 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 വ്യാപരിക്കട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു റിസൾട്ടാണ് ആത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ സുവിശേഷവൽക്കരണത്തിനായി പുതിയ പുതിയ വാതിലുകൾ തുറക്കപ്പെടും. നമുക്കിന്ന് ആവശ്യമാണത്. സുവിശേഷത്തിനായി അടയ്ക്കപ്പെട്ട വാതിൽ, അടയ്ക്കപ്പെട്ട പല രാജ്യങ്ങളും ഈ കാലഘട്ടത്തിലുണ്ട്. ഈ വാതിലുകളെല്ലാം ആത്മാവ് തുറക്കും. അവിടെയൊക്കെ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുവാൻ നമ്മൾ സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. തിരുസഭയ്ക്ക് വേണ്ടി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ നാളെ അതിനെക്കുറിച്ച് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 9-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ളൊരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്, പ്രതിയോഗികളും വളരെയേറെയാണ്. ഇവാഞ്ചലൈസേഷനായി, സുവിശേഷ വൽക്കരണത്തിനായി ഫലപ്രദമായ വാതിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തുറന്നു തന്നിട്ടുണ്ട്. ആത്മശക്തി പൗലോസ് ശ്ലീഹായുടെ ശുശ്രൂഷകളിലൂടെ, ജീവിതത്തിലൂടെ വെളിപ്പെട്ടപ്പോൾ ഇത് ഡോറുകൾ ഓപ്പൺ ആവുകയാണ്. വാതിലുകൾ സുവിശേഷ വൽക്കരണത്തിനായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി തുറക്കപ്പെടുകയാണ്. ഇതാരാ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവാണ്. ഇത് ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇത് ശക്തിയുടെ വെളിപ്പെടലാണ്.
അപ്പോസ്തലപ്രവർത്തനം 8:25 കൂടി പെട്ടെന്ന് വന്നേ. അവിടെ എന്താ വചനം പറയുന്നത്? സമരിയായിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ, നമ്മുടെ ഫിലിപ്പോസിന്റെ ശുശ്രൂഷ വഴി, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകൾ വഴി ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ എന്തുണ്ടായി? സമരിയ അവർ സുവിശേഷത്തോട് പുറം തിരിഞ്ഞു നിന്നിരുന്ന പുറം ജാതികളായിരുന്നു. എന്നാൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ അവർ സമരിയാക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു. ഹല്ലേലൂയ. സമരിയാക്കാരുടെ ഗ്രാമങ്ങൾ തുറക്കപ്പെടുകയാണ്. ആത്മാവ് തുറന്നു കൊടുത്തു. ഇതുപോലെ വാതിലുകൾ അടയ്ക്കപ്പെട്ട പല രാജ്യങ്ങളുടെയും വാതിലുകൾ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ തുറക്കാൻ പോവുകയാണ്. ഒരു പ്രവചനമായി നിങ്ങൾ ഏറ്റെടുത്തു. ആത്മാവിന് ഇത് സാധ്യമാണ്. അവൻ ഓൾമൈറ്റി ആണ്, ഓൾ സഫിഷ്യന്റ് ആണ്, അവൻ എൽ ഷദായി ആണ്. പരിശുദ്ധാത്മാവിനൊന്നും അസാധ്യമല്ല. ജീസസ് ജീസസ് ജീസസ്. അവസാനമായി ആത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ തിരുസഭ വളരുകയാണ്. സഭ അതിവേഗം വളരുകയാണ്. യുഗാന്ത്യ സഭ ഇന്ന് വളരണം. കഠോരമായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വിശ്വാസത്യാഗവും മറ്റനേക ആത്മീയ പ്രതിസന്ധികൾ നമ്മുടെ സഭ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഭയുടെ അതിരുകൾ വിശാലമാകണം. അനേകമായിരങ്ങൾ ദിനം പ്രതി കർത്താവിൻ്റെ പരിശുദ്ധമായ സഭയിലേക്ക് ആകർഷിക്കപ്പെടണം. ആത്മാവിന് കഴിയും, പരിശുദ്ധാത്മാവിന് കഴിയും. അപ്പോസ്തല പ്രവർത്തനം 2:41 എന്താ പറയുന്നത്? ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് കൂടെ ചേർന്നു. ഇതാ സഭ ജന്മം കൊള്ളുകയാണ്. 3000-ഓളം പേരെ. ഇനി അപ്പോസ്തല പ്രവർത്തനം 4:4 വരുമ്പോൾ എന്താ സംഭവിച്ചത്? 4:4 അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. 3000-ൽ നിന്ന് അത് 5000-ലേക്ക് ആത്മാവ് ഉയർത്തി. ഇനി 5:14 വന്ന് ദ ബുക്ക് ഓഫ് ആക്ട്സ്. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അത് 10,000-ങ്ങളാകാൻ തുടങ്ങി, ലക്ഷങ്ങളാകാൻ തുടങ്ങി. ഈ വർധനവ്, ഈ പെരുകിച്ച ആരാ നൽകിയത്? പരിശുദ്ധാത്മാവ്. ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ. അപ്പോസ്തല പ്രവർത്തനം 9:31 എന്താണ് വചനം പറയുന്നത്? അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിൽ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ചു. പരിശുദ്ധാത്മാവിൽ ദൈവഭയത്തിലും ആത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യം. എത്ര ശ്രേഷ്ഠമാണ് ആത്മശക്തി എന്ന ദാനം, സ്പിരിറ്റ് ഓഫ് മൈറ്റ്. സഹോദരങ്ങളെ, ഈ ശക്തിയുടെ അനുഭവം നമ്മൾ സ്വന്തമാക്കേണ്ടേ? നമുക്ക് ആവശ്യമല്ലേ? നമ്മളിത് പ്രാപിക്കണ്ടേ? ഇത് പ്രാപിക്കണം, നമ്മളിത് ഏറ്റെടുക്കണം. ഈ ശക്തിയുടെ അനുഭവം, ആത്മശക്തിയുടെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവന്റെ അത്ഭുത ശക്തി ഇറങ്ങണം. ആ ശക്തിയിൽ നിറഞ്ഞ് ജീവിക്കണം. ആ ശക്തിയിൽ ധീരതയോടെ ഈ കാലഘട്ടത്തിൽ കർത്താവിന് സാക്ഷ്യം നൽകണം. നമ്മൾ പാടുന്നില്ലേ? എന്താ പാടുന്നത്? നമ്മളെ വരികൾ ഇപ്രകാരം നമ്മൾ ഏറ്റുപാടുകയാണ്. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. ആമേൻ. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ശുശ്രൂഷയുടെ സമാപന ദിനങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരുക്കത്തോടെ നിങ്ങൾ പങ്കുകൊള്ളണം. ഇനി നമ്മൾ അലസരാകരുത്, അനാസ്ഥ കാണിക്കരുത്. അടുത്ത 4 ദിനങ്ങളിൽ ഇതുവരെ പങ്കെടുക്കാത്ത പലരെയും നിങ്ങൾ കൂട്ടണം. ഇനി ഈ വചന സന്ദേശങ്ങൾ എന്താ നമ്മോട് പറയുന്നത്? അനേകർ ആത്മശക്തി പ്രാപിക്കണം, അനേകർക്ക് ഈ ശക്തിയുടെ അനുഭവം ലഭിക്കണം. അതിന് നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകണം. സഹോദരങ്ങളെ, കുടുംബത്തിലുള്ളവർ നിങ്ങൾ കുറേ കൂടി നിങ്ങൾ ആക്റ്റീവ് ആക്കണം. നിങ്ങളുടെ പരിചയക്കാരുടെ, ബന്ധുമിത്രങ്ങളോടൊക്കെ നിങ്ങൾ പറയുക. സാധിക്കുന്ന നന്നായി കുമ്പസാരിച്ച് പൂർണ്ണ കുമ്പസാരം നടത്തി ഒരുങ്ങുക.
നമ്മൾ അവസാന ദിനം ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടിയുള്ള ആരാധന ശുശ്രൂഷയാണ്. ഒന്നിച്ച് നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന കൃപയുടെ ദിവസങ്ങളാണ്. ഒരുങ്ങണം, നന്നായി ഒരുങ്ങണം, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം, പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാലകൾ ചൊല്ലണം. അപ്പോൾ നമ്മൾ ഈ ഒരു തീഷ്ണമായ ഒരുക്കം തുടർന്നുള്ള ദിനങ്ങളിൽ നമുക്ക് ഏവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം നിങ്ങൾ ഒരു വാക്ക്, നിങ്ങൾ ടീം ഷെഖേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഈ അന്തിമ യുദ്ധത്തിൽ, സാത്താനെതിരായി നിർണായക യുദ്ധത്തിൽ കർത്താവ് ഈ കാലഘട്ടത്തിൽ അനേകം മിനിസ്ട്രികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സഭയിലുള്ള ധ്യാന കേന്ദ്രങ്ങൾ, ബഹുമാനപ്പെട്ട അഭിഷിക്ത വൈദികർ, അതുപോലെ സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, നമുക്ക് ഏകദേശം 100-ൽ പരം ധ്യാന കേന്ദ്രങ്ങൾ കേരള കത്തോലിക്ക സഭയിലുണ്ട്. ഇവരെല്ലാം ഒരു യുദ്ധത്തിലാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ വേണ്ട വിധം പ്രാർത്ഥനയില്ലെങ്കിൽ വളരുന്ന ശുശ്രൂഷകൾക്ക് അടിസ്ഥാനമുണ്ടാവുകയില്ല. പ്രാർത്ഥിക്കാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ തളർന്നു പോകരുത്. നിങ്ങൾ ടീം ഷെഖേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ പരിശുദ്ധാത്മനെ മനസ്സറിഞ്ഞ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ശുശ്രൂഷകൾ കർത്താവിൻ്റെ ജനത്തിന് നൽകുവാനുള്ള സപ്തദാനങ്ങളാൽ ഞങ്ങൾ അലങ്കൃതരാകുവാൻ നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. ഒരു സ്വർഗസ്നായി, ഒരു നന്മ നിറഞ്ഞ മറിയും, ഒരു വിശ്വാസ പ്രമാണവും എന്നും കുടുംബ പ്രാർത്ഥനയിൽ കുടുംബമായി 1 മിനിറ്റ് ടീം ഷെഖേനയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് സ്നേഹമില്ലേ? ഞങ്ങളോട് സ്നേഹിക്കണം കേട്ടോ, കരുതണം, പ്രാർത്ഥിക്കണം. ദിവ്യബലിയിൽ നിങ്ങൾ ഒരു നിമിഷം ഈ മാധ്യമ ശുശ്രൂഷയും ടീമിനെയും നിങ്ങൾ ഓർക്കണം. ഒപ്പം തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ കരങ്ങൾ നീട്ടി ഇതിനെ സഹായിക്കണം. ഞാൻ ഓരോ ദിവസവും പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊന്നും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികൾ നിറവേറപ്പെടുവാനാണ്, അനേകരുടെ ആത്മരക്ഷയ്ക്കും ഇവാഞ്ചലൈസേഷനുമായി. അതുകൊണ്ട് ഇവിടുത്തെ ശുശ്രൂഷകളിൽ നിങ്ങൾ താങ്ങും തണലുമാകണം. സഹകരിക്കണം സഹോദരങ്ങൾ, സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ക്യാൻറ്റീൻ വർക്കുകൾ, അതുപോലെ നമ്മളിവിടുത്തെ നമ്മുടെ അനുദിന ശുശ്രൂഷ ചെലവുകൾ, ഓഫീസ് ചെലവുകൾ, ഇതിന് റണ്ണിങ് കോസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് പുതിയ എക്യുപ്മെൻറ്റ്സുകൾ വാങ്ങണം. ഓരോ ദിവസവും നിങ്ങളോട് ഇത് പറയുമ്പോൾ എന്താ ബ്രദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കരുത് സഹോദരങ്ങളെ. പറയാൻ വേറെ ആളുകളില്ല. നമുക്ക് സഹായിക്കാൻ കുറേ അല്ലെങ്കിൽ പുറമേ നിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ഫണ്ടുകളൊന്നും തന്നെ നമുക്കില്ല. നമുക്കറിയാലോ, ഷെഖേനെ അറിയുന്ന പലരും ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരിലൂടെയാണ് ഈ ശുശ്രൂഷയെ കർത്താവ് കരം പിടിച്ച് നയിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം ടീം ഷെഖേനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇവിടുത്തെ ശുശ്രൂഷകളെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരെ ഈ നമ്പറിൽ നിങ്ങൾ ആ നമ്പർ ഡിസ്പ്ലേ ചെയ്യുകയാണ്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇതിൻ്റെ വ്യത്യസ്ത പ്രമുഖകളെ നമ്മൾ കാണും. ഷെഖേന പ്രയർ വാരിയേഴ്സ് ടീമിൽ നിങ്ങൾ പങ്കാളികളാകണം. കണ്ടോ, 9416178411 നമ്മുടെ വ്യത്യസ്തമായ പ്രാർത്ഥന ശുശ്രൂഷകളെ കോമൺ നമ്പറാണിത്. വാട്സപ്പ് നമ്പർ അതിലുണ്ട്. നിങ്ങൾ വിളിക്കുകയോ നിങ്ങളൊരു വോയിസ് ഇടുകയോ, നിങ്ങൾ ആരും ഉപേക്ഷ കാണിക്കരുത്. വിയാനി മിഷന് വേണ്ടി, അതുപോലെ വിക്ടിം സോൾസായി മാറി ഷെഖേന പ്രയർ വാരിയേഴ്സിൽ ചേർന്ന് ദൈവരാജ്യ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യുക. ഈശോയുടെ നാമത്തിൽ തിരുസ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. നിങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മുട്ടുകുത്തി നിൽക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭയഭക്തി ആദരവോടെ നമ്മുടെ മധ്യേ രാജാതി രാജാവെ കടന്നു വരുന്ന ഈശോയെ നമുക്കൊന്നിച്ച് ആരാധിക്കാം. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന ഈശോയുടെ സന്നിധിയിലേക്ക്, അൾത്താരയിലേക്ക് ഇരു കരങ്ങൾ യാചനാപുറം തുറന്നു പിടിക്കാം. ഭയഭക്തി ആദരവോടെ പരിശുദ്ധാത്മാവേ, ആത്മശക്തിയുടെ ദാനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഈശോയെ ആരാധിക്കുന്നു.
ആരാധിക്കാം നമുക്കാരാധിക്കാം രാജാവേ, രക്ഷകനേശുവേ ആരാധിക്കാം സർവശക്തരേ, ആരാധിക്കാം നമുക്കാരാധിക്കാം ആത്മശക്തിയിൽ ഉദ്ധിതനായോനെ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ആരാധിക്കാം നമുക്കാരാധിക്കാം രക്ഷകനേശുവേ ആരാധിക്കാം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ ശക്തിയുടെ ആത്മാവായി വരണമേ. യുഗാന്ത്യ സഭയിലേക്ക് സഭയെ നവീകരിക്കുക. ശക്തിയുടെ ആത്മാവായി പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ സമൂഹങ്ങളെ വിശുദ്ധീകരിക്കുക. ശക്തിയുടെ ആത്മാവായി വരണമേ. ഞങ്ങളുടെ തലമുറകളെ ഉണർത്തുവാനായി ശക്തിയുടെ ആത്മാവായി പരിശുദ്ധാത്മാവേ വരണമേ. ആരാധിക്കാം നമുക്കാരാധിക്കാം രക്ഷകനേശുവേ ആരാധിക്കാം. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് നമ്മുടെ ഏക രാജാവും കർത്താവുമായ ഈശോയെ നമ്മൾ ഒന്നിച്ച് ആരാധിക്കണം. സാഷ്ടാംഗം പ്രണമിച്ച് സാധിക്കുന്ന എല്ലാവരും, ഇത് കർത്താവിനോടുള്ള നമ്മുടെ റെവറൻസ് ആണ്. സാഷ്ടാംഗം പ്രണമിച്ച് നമ്മൾ ഒന്നിച്ച് ആരാധിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരിക്കൽ കൂടെ അൾത്താരയിലേക്ക് നമ്മുടെ കരങ്ങൾ യാചനാപൂർവം തുറന്നു പിടിക്കുന്നു. പരിശുദ്ധ കുർബാനയായി രാജാതി രാജാവായി നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ആത്മാവിന്റെ സപ്തദാനങ്ങളാൽ ഈ കാലഘട്ടത്തിൽ നമ്മെ നവീകരിക്കുവാനും പ്രത്യേകമായി ആത്മശക്തിയുടെ ദാനത്താൽ നമ്മെ ബലപ്പെടുത്തുവാനുമായി ദിവ്യകാരുണ്യമായി ഈശോ വന്നിരിക്കുന്നു. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ദൈവശക്തി പ്രകടമാകുന്ന വിവിധ തലങ്ങളെ കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു. നമ്മുടെ ജീവിതങ്ങൾക്കും നമ്മുടെ സമൂഹങ്ങൾക്കും സഭയ്ക്കും ഇന്ന് ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തിയിൽ യുഗാന്ത സഭ നവീകരിക്കപ്പെടണം. നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളെല്ലാം ആത്മാവിന്റെ ശക്തിയിൽ പുതുക്കപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സഭയെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, സഭയ്ക്കെതിരെ സത്യവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികള്, ഞങ്ങളുടെ കുടുംബങ്ങളെ തകർക്കാൻ പരിശ്രമിക്കുന്ന നാരകീയ സ്വാധീനങ്ങള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, പൈശാചിക രൂപികള് ശക്തിയുടെ ആത്മാവിനാൽ തകർക്കപ്പെടുവാൻ കർത്താവേ, കഠിന ഹൃദയത്തിൽ അനുതാപവും മാനസാന്തം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന കഠിന പാപികളിലേക്ക് ശക്തിയുടെ ആത്മാവായി പരിശുദ്ധാത്മാവേ വരണമേ. സത്യവിശ്വാസം നഷ്ടപ്പെടുത്തി ലൗകികരായി ജഡീകരായി ജീവിക്കുന്ന അനേകം ജീവിതങ്ങളിൽ വിശ്വാസത്തിന്റെ തീ വീണ്ടും കത്തി ജ്വലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവേ ആത്മശക്തി എന്ന ദാനം നൽകണമേ. സുവിശേഷം ശക്തിയോടെ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്ന ശക്തിയുടെ ആത്മാവിനെ നൽകണമേ. സഭയെ വളർത്തുകയും പരിപാലിക്കുകയും പടുത്തുയർത്തുകയും ചെയ്യുന്ന സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവേ, തിരുസഭയിലേക്ക് ശക്തിയുടെ ആത്മാവായി വരണമേ. സഭയുടെ പ്രവർത്തനങ്ങള്, സഭയുടെ ശുശ്രൂഷകള്, സഭയുടെ നിയോഗങ്ങള് ശക്തിയുടെ ആത്മാവിനാൽ നവീകരിക്കപ്പെടട്ടെ. കരമുയർത്തി ഒന്നിച്ചു വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ എംപവർ ചെയ്യണമേ.
സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാവരും ഒന്നിച്ചു വിളിച്ച്, ആഗ്രഹത്തോടെ വിളിച്ച്, ആത്മാവിനെ വിളിച്ച്, ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തിയുടെ ആത്മാവായി പരിശുദ്ധ രൂപ വ്യാപരിക്കുകയാണ് കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, തിരുസഭ മുഴുവനിലേക്കും. ആത്മാവേ വ്യാപരിക്കണമേ, ആത്മാവേ വ്യാപരിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ ഭവ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്നപോലാത്മാവേ, പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ, സഭയുടെ ആത്മാവേ, ആദിയിലെന്നപോലാത്മാവേ, അധികബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ശക്തി പകർന്നിടണേ. ദൈവശക്തിയാണ് നമുക്ക് ആവശ്യം. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി പ്രകടമാകാത്തതാണ് നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണമെന്ന് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്യുന്നതനായവന്റെ ശക്തി ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നമ്മുടെ കുടുംബങ്ങൾ, സമൂഹങ്ങൾ, സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, സുവിശേഷ പ്രവർത്തനങ്ങൾ സഭയിൽ പ്രബലപ്പെടുവാൻ, ഇവാഞ്ചലൈസേഷനായി പുതിയ പുതിയ വാതിലുകൾ നമുക്കായി തുറക്കപ്പെടുവാൻ ശക്തിയുടെ ആത്മാവ് വീര്യത്തോടെ ഈ നാളുകളിൽ പ്രവർത്തിക്കണം. നമ്മൾ അതിനായി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ സാധിക്കുന്നവർ പരസ്പരം ഒന്ന് കോർത്തു പിടിച്ച്, നമ്മൾ കരങ്ങൾ കോർത്തു പിടിക്കുന്നത് അതൊരു കൂട്ടായ്മയുടെ അനുഭവത്തിന്റെ ബാഹ്യ അടയാളമാണ്. ഒരു കുടുംബമായി പല ദേശങ്ങളിലും രാജ്യങ്ങളിലും കുടുംബങ്ങളിലുമായിരുന്നു നമ്മളൊരു കുടുംബമായി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ സപ്തദാനങ്ങൾക്കായി, പ്രത്യേകമായി ആത്മശക്തിയുടെ ദാനത്തിനായി. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവഭയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കനിവാകണമേ. യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം ദൈവത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കാനും മക്കളെയും മാനിക്കാനും ഞങ്ങളെ കെൽപ്പുള്ളവരാക്കുന്ന ദൈവഭക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ശാശ്വതവും നശ്വരവുമായ കാര്യങ്ങളെ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന അറിവിന്റെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവസ്നേഹത്തെ പ്രതിയും അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതിയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന ആത്മശക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പോലെ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും മറ്റുള്ളവരെ നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആലോചന എന്ന ദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബുദ്ധിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. നിത്യജ്ഞാനത്തിന് അനുസൃതവും ഉചിതവുമായവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകുവാൻ ദയയുണ്ടാകണമേ. ആമേൻ.
ആമേൻ 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 ആമേൻ. ഒരിക്കൽ കൂടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ആത്മശക്തി എന്ന ദാനത്താൽ നമ്മൾ നവീകരിക്കപ്പെടുവാൻ, ആരാധന ആരാധന. നമ്മുടെ കുടുംബങ്ങൾ മുദ്ര ചെയ്യപ്പെടുവാൻ, ഈ കാലഘട്ടത്തിൽ ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ, ആരാധന ആരാധന. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നമ്മൾ നയിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. ആത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, സഹായിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ആത്മശക്തി എന്ന ദാനത്താൽ മുദ്ര ചെയ്യണമേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. Lord, anoint. ശക്തിയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. Anoint us. സ്നേഹം കരങ്ങൾ നീട്ടി ഞങ്ങൾ ആശീർവദിക്കണമേ. Bless, Lord. ആത്മശക്തി Anoint, Lord. Hallelujah, hallelujah. തീ പോൽ ആളും സ്നേഹം. തുറന്നു വരുന്ന ദിനങ്ങളിൽ എല്ലാ ശുശ്രൂഷകളെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഈ വിശിഷ്ടദാനങ്ങളാൽ ദിനംതോറും നമ്മൾ കൃപയിൽ വർദ്ധിക്കുന്നവരാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സകല ആവശ്യങ്ങളെയും ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മുടെ സാന്നിധ്യം നമുക്ക് ഈ സമയം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായി ഒരുങ്ങുന്നു. മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി ഭയഭക്തി ആദരവോടെ തിരുസന്നിധിയിലായിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ഗണമേ ദിവ്യവരങ്ങൾ. ഞങ്ങളുടെ രാജാവേ, സർവശക്തനായ കർത്താവേ, ശക്തിയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, ഞങ്ങളുടെ സഭയിലേക്ക് ശക്തിയുടെ ആത്മാവിനെ വർഷിക്കണമേ. സ്തുതിക്കുന്നു 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 ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്നേ ദിനത്തിലെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് കരുണയോടെ നയിച്ചു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. തുടർന്നുള്ള ദിനങ്ങളിലെ ഓരോ ശുശ്രൂഷയിലും ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾ കൂടുതൽ നമ്മളിൽ കത്തിജ്വലിക്കുവാനായി പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരുന്നു. നാളെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ശക്തിയുടെ ആത്മാവിനാൽ യുഗാന്ത സഭ നവീകരിക്കപ്പെടുവാനും അസംഖ്യം ആത്മാക്കൾ കർത്താവായ യേശുവിൻ്റെ നിത്യരക്ഷ സ്വന്തമാക്കുവാനും പരിശുദ്ധാത്മാവേ, ആത്മശക്തി എന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. അനേകരിൽ ഈ അഭിഷേകം നിറയാൻ ആത്മാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശക്തിയുടെ ആത്മാവിനെ, അത് പരിശുദ്ധാത്മാവാണ്, നിർവീര്യമാക്കുന്ന എല്ലാ പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കണം.
ശക്തിയുടെ ആത്മാവിൽ സപ്തദാനങ്ങളിൽ ദിനംതോറും വളരാൻ ഈ തീരുമാനം നമുക്ക് കൂടിയേ തീരൂ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദിനങ്ങളിലും പ്രാർത്ഥിച്ചൊരുങ്ങി വരണേ. നിങ്ങൾ അനേകരെ കൂട്ടിക്കൊണ്ടുവരണം. നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. കർത്താവിൻ്റെ സ്വസ്ഥതയിൽ നമുക്ക് വിശ്രമിക്കാനായി പോകാം. ഹോളി നൈറ്റ്.